പലപ്പോഴും നമ്മളുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് പിശാചല്ല. നമ്മൾ പിശാചാണെന്ന് വിചാരിക്കുമെങ്കിലും പിശാചിന് ആ ക്രെഡിറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മളുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് നമ്മൾ തന്നെയാണ്. എങ്ങനെയാണെന്ന് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നതാണ്. ഈ വീഡിയോ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മൾ ചെയ്ത വീഡിയോ ഫെയ്ത്തിനെ പറ്റിയിട്ടുള്ളതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെയാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദി ബെറ്റർ പാർട്ട് വിത്ത് ഡോണ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും, നമ്മൾ എബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് സംസാരിച്ചത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കീ വേഴ്സായിട്ടുള്ള ഒരു വേഴ്സ് വെച്ച് തന്നെ ഇന്നത്തെ വീഡിയോ തുടങ്ങാമെന്ന് വെച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? എബ്രായർ 11:6. അപ്പോൾ വിശ്വാസം കൂടാതെ ദൈവത്തിനെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. അത് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പല സമയങ്ങളിലും വിശ്വാസം അതിൻ്റെ പൂർണ്ണ സ്ഥിതിയിലേക്ക് വരാൻ പറ്റാതെ നമ്മളെ ഒരു അവിശ്വാസത്തിൻ്റെ ഒരു ഫേസിൽ നമ്മളെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നത് നമ്മൾ തന്നെയാണ്. അത് എങ്ങനെയൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം തന്നെ നമ്മളുടെ ഒരു ഡൗട്ട്, ഞാനിവിടെ എൻ്റെ നോട്ട്സിൽ എഴുതി വെച്ചിരിക്കുന്നത് ഡൗട്ട് ആൻഡ് ഡബിൾ മൈൻഡഡ്നെസ്. നമ്മൾ പല സമയങ്ങളിലും എനിക്ക് വിശ്വാസം ഉണ്ട്, അക്കാര്യം നടക്കും, അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെന്നൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയൊരു ഡൗട്ടാണ്. നടക്കുമോ? നമ്മളുടെ ഒരു ചൈൽഡ് ലൈക്ക് ഫെയ്ത്ത്, ഒരു കുഞ്ഞു പിള്ളേർക്ക് പല സമയങ്ങളിൽ അവർക്ക് പല കാര്യത്തെപ്പറ്റിയും പേടിയില്ല. കാര്യം അവർക്ക് ആ ഒരു ഡൗട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ നമ്മളൊരു ഹ്യൂമൻ ലോജിക്കും ഹ്യൂമൻ ബ്രെയിൻ വെച്ചിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ അതിനെ നേരിടുന്നത്. എന്നാൽ നമ്മൾ ഒരു സൈഡിൽ പറയുകയും ചെയ്യും എനിക്ക് വിശ്വാസം ഉണ്ടെന്നുള്ളത്. അപ്പം യാക്കോബിന്റെ ലേഖനം, ആക്ച്വലി നോട്ട് സ്ലീഹ, യാക്കോബിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 6-8 വാക്യങ്ങൾ ഇതിനെപ്പറ്റി, ഡൗട്ടിനെ പറ്റിയിട്ടും അതെങ്ങനെയാണ് വിശ്വാസത്തെ ബാധിക്കുക എന്നുള്ളതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടോണാണ് ഈ ഒരു ബൈബിൾ വേഴ്സിൽ കാണുന്നത്. ഇരുമനസ്സുള്ള മനുഷ്യൻ, അതായത് ഒരു വായും കൊണ്ട് നമ്മൾ വളരെ മലയാള ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ ഒരു വായും കൊണ്ട് നമ്മൾ എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം പ്രവർത്തിക്കുമെന്ന് പറയുമെങ്കിലും തൊട്ടപ്പുറത്ത് നമ്മളുടെ ഹ്യൂമൻ ബ്രെയിൻ വെച്ചിട്ട് നമ്മൾ അതങ്ങനെ നടക്കുന്നത്, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ എങ്ങനെയാന്നൊക്കെയുള്ള വാട്ട് ഇഫ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു കണ്ടീഷണൽ ആയിട്ടുള്ള കുറെ ഡൗട്ടുകൾ. പല സമയത്തും ഡൗട്ട് മാറ്റി വെച്ച് പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുന്നതല്ല. കാര്യം വിശ്വാസം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ വീഡിയോയിൽ വിശ്വാസത്തെ പറ്റി പറയുന്നതിനുള്ള കാരണം തന്നെ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുമെങ്കിലും ഈ ആഴ്ചകളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു കാര്യത്തെപ്പറ്റി ദൈവത്തെ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്ത് വിശ്വസിച്ച് അതിൽ മൊത്തത്തിൽ സറണ്ടർ ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചെങ്കിലും എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാവണം ഈ ഫാക്ടേഴ്സ് ഒക്കെയാണ് നമ്മളുടെ വിശ്വാസത്തിന് എതിരായി നിൽക്കുന്നത് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് വേണ്ടിയിട്ടൂടെ തന്നെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഡൗട്ടാണ്. ദൈവം അത് ചെയ്യുമോ, അല്ലാതെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, ആദ്യമേ നമ്മൾ മാറ്റി വെക്കേണ്ടത് നമ്മളുടെ ഡൗട്ടാണ്. നമ്മളുടെ ഡൗട്ടും വിശ്വാസവും കൂടെ ഒരുമിച്ച് ഒരിക്കലും പോവുകയില്ല. കാര്യം അങ്ങനെയുള്ള ആൾക്കാർ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ, വളരെ സ്റ്റേബിൾ അല്ലാത്ത, ഒട്ടും ഒരു സ്ഥിരതയില്ലാത്ത രീതിയിൽ നമ്മുടെ മനസ്സ് പോകുമ്പോൾ അത് നമ്മൾക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങളെ വെറുതെ ഡിലേ ആക്കത്തേ ഉള്ളൂ. നമ്മൾ പല സമയങ്ങളിലും നമ്മളുടെ അനുഗ്രഹങ്ങൾ ഡിലേ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും പിശാച് പ്രവർത്തിക്കുന്നതാണെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നത് പല സമയങ്ങളിലും നമ്മൾ ഒരു അൺഡ്യൂ ആയിട്ടുള്ള ക്രെഡിറ്റ് പിശാചിന് കൊടുക്കാറുണ്ട്. പല സമയത്തും നമ്മൾ തന്നെയാണ്, നമ്മളുടെ ഡൗട്ടുകളാണ് പല സമയത്തും നമ്മൾക്ക് കിട്ടാനുള്ള അനുഗ്രഹങ്ങൾ, നമ്മൾ വളരെയധികം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ തടസ്സമായി നിൽക്കുന്നത്. അപ്പോൾ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം തൊട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ചില ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ മുഴുവനായിട്ടും ഡൗട്ട് മാറ്റിവെച്ച് ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ യാചിക്കുവാൻ നമ്മൾ ഇന്ന് തൊട്ടെങ്കിലും പരിശീലിക്കണം. ഇല്ലെങ്കിൽ നമ്മളുടെ സംശയം, നമ്മൾ ഈ ഒരു ഡബിൾ മൈൻഡഡ്നെസ്, അതായത് ഈ ഇരുമനസ്സുള്ള മനുഷ്യൻ, നമ്മളുടെ സ്വഭാവം നമ്മൾക്ക് ഒരു തടസ്സമായി തന്നെ നിൽക്കും. രണ്ടാമത്തേത് ഫിയർ ഓവർ ഫെയ്ത്ത്.
നോർമലായിട്ട് ഫെയ്ത്ത് ഓവർ ഫിയർ എന്നാണ് പറയേണ്ടത്. പക്ഷേ ഫിയർ ഓവർ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം, നമുക്ക് വിശ്വാസം ഉണ്ട്, പക്ഷെ വിശ്വാസത്തെക്കാളും കൂടുതൽ നമുക്ക് പേടിയാണ്. അത് ഒരുപാട് കാര്യങ്ങളിൽ പിന്നെ കാര്യം എഗെയിൻ നമ്മൾ പല സമയങ്ങളിലും ഈ ഒരു, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ബൈബിൾ വേഴ്സ് ഉണ്ട്, പല സമയങ്ങളിലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. അത് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പല സമയങ്ങളും പ്രാർത്ഥിക്കുന്ന ഒരു വേഴ്സാണ്. അതിൻ്റെ മെയിൻ കാരണം, സകല ബുദ്ധിയെയും കവിയുന്ന ഒരു സമാധാനത്താൽ ദൈവം നമ്മളെ നിറച്ചില്ലെങ്കിലുള്ള പ്രശ്നം, നമ്മളുടെ ബുദ്ധി ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് നമുക്ക് ഭയം വരിക, ആങ്സൈറ്റി വരിക, പാനിക് അറ്റാക്സ് വരിക. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ആങ്സൈറ്റി ഉള്ള ആളുകളാണ്. ഒരു ആങ്സൈറ്റി ഒരു പുതിയൊരു ട്രെൻഡായിട്ട് വന്നിരിക്കുകയാണ്. ഇത്രയൊന്നും പണ്ടില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നതുകൊണ്ടായിരിക്കാം ഹെൽത്ത് ആങ്സൈറ്റി ഉള്ളവരുണ്ട്, സാമ്പത്തികമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ആങ്സൈറ്റി ഉള്ളവരുണ്ട്, ഫ്യൂച്ചറിനെ പറ്റി ആങ്സൈറ്റി, അങ്ങനെ പല രീതിയിലുള്ള ആങ്സൈറ്റി. അപ്പോൾ ഫിയർ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്ന് പറയുന്നത്, പിന്നെ നമ്മൾക്ക് പിന്നെ വിശ്വാസത്തിന് അവിടെ സ്ഥാനമില്ലാണ്ട് വരുന്നു. അപ്പോൾ നമ്മൾക്ക് മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 36-ാം വാക്യം ഇങ്ങനെ പറയുന്നു, യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളി പ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പള്ളി പ്രമാണിയുടെ മകൾ മരിച്ചുപോയെന്ന് കർത്താവിനെ വന്ന് അറിയിക്കുകയും കർത്താവ് പോയി ബാലിക മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ് എന്ന് പറയുന്ന ഒരു ഉപമയാണ് നമ്മൾ അവിടെ കാണുന്നത്. അവിടെ പ്രത്യേകമായി പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മൾ പേടിക്കുന്ന സമയത്ത് പ്രോബ്ലം നമുക്ക് വളരെ ഒരു എന്താ പറയുക, ഒരു പ്രോബ്ലത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ പേടിയുള്ളപ്പോൾ കാണത്തുള്ളൂ. എത്ര ഭീകരമാണ് എൻ്റെ പ്രശ്നം, അതായത് ആർക്കും എന്നെ രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു സംഭവം വളർന്നല്ലോ എന്നാണ് കാണുന്നത്. പക്ഷെ നമ്മൾക്ക് ഫെയ്ത്ത് ഉള്ള സമയത്ത് പിന്നെ പ്രോബ്ലം നമ്മൾക്ക് അത്ര ഭീകരമായി തോന്നത്തില്ല. നമ്മളുടെ ദൈവം എത്ര വലിയതാണെന്നാണ് പിന്നെ നമുക്ക് ഫെയ്ത്ത് ഉള്ളപ്പോൾ മനസ്സിലാവുന്നത്. നമ്മളുടെ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും അതിനേക്കാളും ഒക്കെ വലുതാണ് ദൈവം, ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു ഫെയ്ത്തിലാണ്. അപ്പം രണ്ടാമത്, അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത്, അവരുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുവാൻ അതിന് മാത്രമുള്ള ഏത് ഫാക്ടറാണ് അവരുടെ ജീവിതത്തിലുള്ളത്. നമ്മൾ ആദ്യം കണ്ടതുപോലെ അത് ഡൗട്ടാണോ, ഒരു ഡബിൾ മൈൻഡഡ് ആയിട്ടാണോ നമ്മൾ പ്രാർത്ഥനയിൽ നിൽക്കുന്നത്, നമ്മുടെ വിശ്വാസത്തിൽ നിൽക്കുന്നത്, അതോ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഫിയർ ആണോ, പേടിയാണോ നമ്മൾക്ക് ഫെയ്ത്തിനേക്കാളും മുകളിൽ നിൽക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഞാൻ ഫസ്റ്റ് 2 പോയിന്റിലും മെൻഷൻ ചെയ്ത പോയിന്റ് തന്നെയാണ്, ഹ്യൂമൻ റീസണിങ്. നമ്മളുടെ ഓവർ തിങ്കിങ്, നമ്മളുടെ ബ്രെയിൻ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കാൻ. നമുക്ക് നമ്മളെ തന്നെ അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. സാഹചര്യങ്ങളുടെ ഒരു രീതി നോക്കുമ്പോൾ ഒരു ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ കാര്യങ്ങൾക്കൊന്നും നീക്കുപോക്ക് വരാനേ പോകുന്നില്ല. കാര്യം എല്ലാ ഭാഗത്തു നിന്നും നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടാണ് പല സമയങ്ങളിലും പ്രശ്നങ്ങൾ വരിക. അപ്പോൾ ഒരു ഹ്യൂമൻ തിങ്കിങ്ങിൽ നോക്കുമ്പം ഒരു രക്ഷയില്ല. നമ്മൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു പ്രത്യാശയോടെ ജീവിക്കാനായിട്ട് ഒരു രക്ഷയുമില്ല. പക്ഷെ അതുകൊണ്ടാണ് ബൈബിൾ പ്രത്യേകം പറയുന്നത്, നമ്മുടെ ഹ്യൂമൻ റീസണിങ്ങിൽ ഡു നോട്ട് ലീൻ ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് എന്ന് നമുക്കൊരു വാർണിംഗ് പോലെ നമുക്ക് തരുന്നത്. അത് സദൃശ്യവാക്യത്തിലാണ് 3-ാം അധ്യായം 5-ാം വാക്യം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഡു നോട്ട് ലീൻ ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. നമ്മളുടെ സ്വന്തം അണ്ടർസ്റ്റാൻഡിങ്ങിന്, നമ്മളുടെ ഹ്യൂമൻ ബ്രെയിനിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഹ്യൂമൻ ബ്രെയിൻ ഇസ് ദ മോസ്റ്റ് വണ്ടർഫുൾ തിങ് നമ്മളുടെ ബോഡീനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിനും ഒരു ലിമിറ്റും ഉണ്ട്, ഒരു കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഹ്യൂമൻ ബ്രെയിനിനെ ചിന്തിക്കാനും പ്രോസസ്സ് ചെയ്യാനും പറ്റുള്ളൂ. പക്ഷേ ദൈവം ഇതിൻ്റെയൊക്കെ മേളിൽ ഉള്ള ഒരു ലെവലിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നത്. അപ്പോൾ പല സമയങ്ങളിലും നമ്മളുടെ സാഹചര്യം നമുക്ക് മുഴുവനായിട്ട് ഫെയ്ത്ത് എക്സർസൈസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം, അതായത് വിശ്വാസം പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാത്തതിൻ്റെ കാര്യം, നമ്മളുടെ ഹ്യൂമൻ റീസണിങ് ബാക്ക് ഓഫ് ദ മൈൻഡിൽ റൺ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഇതെല്ലാം ഇതോടെ മാറും, അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാകും, അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഇൻ്റർവ്യൂ കോൾ കിട്ടും, അല്ലെങ്കിൽ ആ ഡയഗ്നോസിസ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റപ്പെടും. ഇതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളാണ്, പൂർവ്വവിശ്വാസത്തോടെ പ്രാർത്ഥിക്കണമെന്നുണ്ട്. പക്ഷേ ഹ്യൂമൻ റീസണിങ് ഇങ്ങനെ, പക്ഷേ ഇതൊക്കെയാണല്ലോ അതിൻ്റെ സിംറ്റംസ്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്തില്ലല്ലോ, ഇൻ്റർവ്യൂവിൽ നമ്മൾ ഫെയിൽ ആയല്ലോ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഹ്യൂമൻ റീസണിങ് നടക്കുമ്പോഴാണ് അതൊരു ബ്ലോക്കായിട്ട് മാറി നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാത്ത, പൂർണ്ണമായ വിശ്വാസം ഇല്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതാണ് ഇന്ന് ഞാൻ
അത് ഫോക്കസ് ചെയ്ത് പറയാനുള്ള കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാരണം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് വിശ്വാസം ഇല്ലാണ്ട് ഇങ്ങനെ തടസ്സങ്ങൾ നിൽക്കുന്നിടത്തോളം നമ്മളുടെ അനുഗ്രഹങ്ങളും ഡിലേ ആകും. അപ്പോൾ അതുപോലെ തന്നെ ഈ നമ്മളുടെ സ്വന്തം വിവേകത്തിൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ലീൻ ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് ഒരു സറണ്ടർ. ഓക്കെ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അതെ ബുദ്ധിമുട്ട് സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, സർക്കംസ്റ്റാൻസസ് ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ ദൈവത്തിന് സാധിക്കാത്തതായിട്ട് ദൈവത്തിന് പറ്റാത്തതായ ഒരു കാര്യവും ഇല്ലല്ലോ. ദൈവം പറയുന്ന പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുള്ള കാര്യം ഉണ്ടെങ്കിൽ ദൈവത്തിനടുത്ത് കൊണ്ടുവരാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം സാഹചര്യങ്ങൾ ഇതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ദൈവത്തിന് സ്റ്റിൽ ഹീ കൻ പെർഫോം ദാറ്റ് മിറക്കിൾ ഫോർ യു. അപ്പോൾ അത് ഓർമ്മയിലിരിക്കുക. അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ തന്നെ ഒരു പ്രൈഡ്. അതായത് നമുക്ക് തന്നെ നമ്മളുടെ ഒരു പ്രൈഡിൻ്റെ ഒരു എക്സാക്ട് ഒരു ട്രാൻസ്ലേഷൻ പറയാനാണെങ്കിൽ ഒരു ഇച്ചിരി ഒരു എന്താ പറയുക, നമ്മളാണ് വിട്ടുകൊടുക്കാൻ പറ്റാത്ത ചില ഈഗോ പ്രോബ്ലംസ് പോലത്തെ കാര്യങ്ങളൊക്കെ വിശ്വാസത്തിന് തടസ്സമായി നിൽക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ചൈൽഡ് ലൈക്ക് ഒരു ഫെയ്ത്ത് ആണ്. അതായത് സാഹചര്യങ്ങളൊക്കെ വളരെ പ്രതികൂലമായി നിൽക്കുക, പക്ഷേ എന്നാലും ദൈവത്തിനെ വിശ്വസിക്കുന്ന, ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുള്ള ഒരു വിശ്വാസി പറയുകയാണ് ഇതൊക്കെ ഇങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ എനിക്കറിയാം ദൈവം ചെയ്യുമെന്ന്. അപ്പം അങ്ങനെ നമ്മളെ പല സമയങ്ങളിലും നമ്മൾ പറയാത്തതിൻ്റെ കാര്യം, നമ്മൾ നമ്മുടെ ഫെയ്ത്ത് പ്രൊക്ലെയിം ചെയ്യാത്തതിൻ്റെ റീസൺ നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരെ നോക്കും. അവരൊക്കെ അപ്പം എന്ത് വിചാരിക്കും? ചില ആൾക്കാർ നമ്മളോട് തന്നെ പറയാറുണ്ട്, ഓക്കെ ഒരു പരിധി വരെയൊക്കെ നല്ലതാണ്, പക്ഷേ ഇങ്ങനെ അങ്ങ് വിശ്വസിക്കരുത്, ഇതൊരു മണ്ടത്തരമല്ലേ. നമ്മൾ തന്നെ നമ്മളെ ഫൂളാക്കി വേറൊരാളുടെ അടുത്ത് കാണിക്കാനായിട്ട് നമ്മൾക്ക് കുറച്ചൊരു മടിയായിരിക്കും. അപ്പം ബാക്കി ലോകം മുഴുവൻ നമ്മളെ ഫൂളിഷായിട്ട് കരുതും. കാര്യം ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങോ റീസണിങ്ങോ വെച്ചിട്ട് ഇങ്ങനെ നടക്കില്ല. പക്ഷെ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ പറയുമ്പോൾ അത് നടക്കും എന്നുള്ളത്. അപ്പം ബാക്കി ആൾക്കാർ നമ്മളെ ഇവന് വട്ട, അല്ലെങ്കിൽ ഇവൾക്ക് ഭ്രാന്ത, ഇപ്പം വിശ്വാസമൊക്കെ മൂത്ത് ഭ്രാന്തായി എന്നൊക്കെ അങ്ങനെയുള്ള പറയുന്നവർ നമ്മുടെ ചുറ്റിനും ഉണ്ട്. ഇങ്ങനെ നമ്മളൊരു ഫൂളിഷായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ അപ്പിയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പല സമയങ്ങളിലും നമ്മൾ നമ്മുടെ തന്നെ വിശ്വാസത്തെ അണ്ടർമൈൻ ചെയ്ത് അത് പ്രൊക്ലെയിം, വിശ്വാസം പറയാതിരിക്കാൻ, അതായത് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാതെ നമ്മളെ അണ്ടർമൈൻ ചെയ്ത് സപ്രസ് ചെയ്ത് ഇരിക്കും. ദാറ്റ് ഓൾസോ ഇസ് എ ഫാക്ടർ. അതും ദൈവം നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ പ്രൈഡ്. നമ്മൾ ചൈൽഡ് ലൈക്ക് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് നമ്മൾക്ക് ആവശ്യമാണ്. അതായത് കുഞ്ഞു കുട്ടികൾക്കുള്ള ഒരു വിശ്വാസം, അതായത് അവർക്ക് കാര്യത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയത്തില്ല, അവർക്ക് കാര്യത്തിൻ്റെ കോൺസിക്വൻസസ് അറിയത്തില്ല. ദേ ജസ്റ്റ് ബിലീവ്. പേരൻസിൽ അവർക്കുള്ള ഒരു ബിലീഫ് ഉണ്ടല്ലോ, എന്താണെങ്കിലും കുഴപ്പമില്ല, അമ്മയുണ്ട് അല്ലെങ്കിൽ പപ്പയുണ്ട്, ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ബിലീഫാണ് നമുക്കിതിന് ഓപ്പോസിറ്റ് ആയിട്ട് വേണ്ടത്. ഓക്കെ, ജ്ഞാനികളെ ലജ്ജിപ്പാൻ, ഇത് 1 കൊരിന്ത്യർ 1-ാം അധ്യായം 27-ാം വാക്യം. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ ഭോഷന്മാരായിട്ടൊക്കെ ഇടയ്ക്കെങ്കിലും തോന്നിയേക്കാം, അവളൊരു പൊട്ടി, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഭ്രാന്തായി എന്നൊക്കെ ഭോഷന്മാരായിട്ട് ലോകം കരുതുമെങ്കിലും ആ ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവമാണ് നമ്മൾക്കുള്ളത്. അങ്ങനത്തെ ഒരു വിശ്വാസമാണ് ദൈവം വാല്യൂ ചെയ്യുന്ന ഒരു വിശ്വാസം എന്ന് അറിഞ്ഞുകൊള്ളുക. ഫൈനലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തത്, അവർ ഇംപേഷ്യൻസ്. നമ്മൾക്ക് പേഷ്യൻസ് ഇല്ലായ്ക വരിക. അതായത് നമുക്ക് അത്രയും വെയിറ്റിംഗ് പീരീഡ് പല സമയങ്ങളിലും കാണും. അപ്പോൾ നമുക്ക് ഈ ഒരു 4 ഫാക്ടേഴ്സ് നമ്മുടെ ജീവിതത്തിൽ ഓൾറെഡി കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു സമയത്തിൽ നിന്നും നമ്മളുടെ ഫെയ്ത്തിനെ പ്രോപ്പറായി നമുക്കൊരു പ്രതിസന്ധിയോ ഒരു ഇങ്ങനെ പ്രതിസന്ധി കാലഘട്ടങ്ങളിലൂടെ പോകുമ്പം അതിന് ദാറ്റ് ഈസ് ബിൽഡിങ് അസ്. നമ്മളെ ഒരു ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് നമ്മളുടെ ഉള്ളിൽ. നമ്മളുടെ വിശ്വാസം മുറുകെ പിടിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം വർദ്ധിക്കുന്ന ഒരു ഡെവലപ്മെന്റ് ആണ് ഇതിന് നടക്കേണ്ടത്. അപ്പോൾ വിശ്വാസം വർദ്ധിക്കാതെ ഒരു കാര്യം നമ്മൾക്ക് നടത്തി തന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് അവിടെ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവം നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ നമ്മളെ ചില സമയങ്ങളിൽ പരീക്ഷണങ്ങളിലൂടെ ഒക്കെ കടത്തി വിടും. അപ്പം നമ്മൾക്ക് ആ ഒരു പേഷ്യൻസ് ഇല്ലെങ്കിലുള്ളൊരു കുഴപ്പം, അല്ലെങ്കിൽ നമ്മളായിട്ട് ദൈവത്തെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങോട്ട് കുറച്ച് ഓവറായിട്ടുള്ള പ്ലാനിങ്ങും, ദൈവത്തിൻ്റെ പ്ലാൻ ആണോ എന്ന് പോലും നമുക്കറിയത്തില്ല, പക്ഷെ നമ്മുടെ സ്വന്തം ബുദ്ധിയിലും കഴിവിലും ഒക്കെ ആശ്രയിച്ച് നമ്മളായിട്ട് കുറച്ച് സൊല്യൂഷൻസ് ഒക്കെ ഇടയ്ക്ക് കൊണ്ടുവന്ന് കുളമാക്കും. അതിൻ്റെ ഗ്രേറ്റ് എക്സാമ്പിളാണ് സാറ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം, സാറ. ഇവർക്ക് രണ്ടുപേർക്കും ആ വാഗ്ദാനം കിട്ടിയതിന് ശേഷം സാറായിക്ക് ഇംപേഷ്യൻസ്, അതായത് പേഷ്യൻസ് അല്ല, അത് ക്ഷമയില്ല. അപ്പോൾ ഒരു അക്ഷമ കാരണം ഹാഗാറുമായിട്ടുള്ള ഇബ്രഹാമും ഹാഗാറുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ സ്വന്തമായി സാറ തന്നെ പ്ലാൻ ചെയ്തു. അവസാനം അത് സാറായിക്ക് തന്നെ പണിയായിട്ട് വന്നു. അപ്പം കുറച്ചൊക്കെ പേഷ്യൻസ്, നമുക്കറിയില്ല നമ്മളുടെ വെയിറ്റിംഗ് പീരീഡ് എത്രയായിരിക്കും എന്നുള്ളത്, നമുക്കറിയില്ല നമ്മൾ എത്ര ദിവസം കഴിയുമ്പം നമ്മളുടെ ഈ
ഒരു അസുഖം മാറും, അല്ല എത്ര ദിവസം കഴിയുമ്പോൾ ഒരു ഇന്റർവ്യൂ കോൾ തിരിച്ചു വരും, എത്ര ദിവസം കഴിയുമ്പോൾ നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും, ഇതൊന്നും നമുക്ക് അറിയത്തില്ല. ഇതൊക്കെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഈ 4 ഫാക്ടേഴ്സും നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാവ് പേഷ്യൻസ്. ദൈവം അത് പ്രവർത്തിക്കും. നമ്മളായിട്ട് സ്വന്തം ബുദ്ധിയിൽ എന്തായാലും പിന്നെ ഓവറായിട്ട് പിന്നെ നമ്മൾ പ്രവർത്തിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. വെറുതെ പണി വാങ്ങിച്ചു വെക്കുന്നതിനേക്കാളും നല്ലത് ദൈവത്തിൻ്റെ സമയത്ത് പ്രവർത്തിക്കുന്നതാണ്. അതിന് നമ്മൾക്ക് സങ്കീർത്തനങ്ങൾ 27-ാം അധ്യായം 14-ാം വാക്യം, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക എന്നുള്ളത് റെപ്പിറ്റീഷനാണ്. 2 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. നമ്മളുടെ ആശ്രയവും നമ്മളുടെ പ്രത്യാശയും യഹോവയായിരിക്കട്ടെ. നമ്മൾ സ്വന്തം കഴിവിൽ നമ്മളുടെ കഴിവ് കൊണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് വരാതിരിക്കുന്നതാണ് നല്ലത്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, പക്ഷെ ഓവറായിട്ട് ഞാൻ ആ കാര്യം ഞാൻ തന്നെ സോൾവ് ചെയ്യും, എനിക്ക് ദൈവമൊന്നും വേണ്ട എന്നുള്ള ഒരു ഇംപേഷ്യൻസിലേക്ക് പോകാത്തതാണ് നല്ലത്. ഇല്ലെങ്കിൽ സാറായിക്ക് അവസാനം ഹാഗാറിനെ പറഞ്ഞ് ദൂരേക്ക് വിടേണ്ട ഒരു അവസ്ഥ വന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും അങ്ങനത്തെ അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, പേടി വേണ്ട, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഫിയർ ഓവർ ഫെയ്ത്ത് അല്ല, ഫെയ്ത്ത് ഓവർ ഫിയർ. അപ്പോൾ ഇന്ന് ഈ ഒരു 5 കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിനെയൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് എനിക്ക് എൻ്റെ വിശ്വാസം പൂർണ്ണമായി ഒരു പൂർണ്ണ വിശ്വാസത്തിലേക്ക് കടക്കുന്നതിന് തടസ്സമായി ഇതിൽ ഏത് ഫാക്ടറാണ് നിൽക്കുന്നത്? എൻ്റെ പ്രൈഡാണോ, എൻ്റെ ഫിയർ ആണോ, എൻ്റെ ഡൗട്ടാണോ, എൻ്റെ ഇംപേഷ്യൻസ് ആണോ? ഇതൊക്കെ ഇന്ന് ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നമുക്ക് ചിന്തിച്ച് ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റുവാനായിട്ട് നമ്മൾ റെഡിയായി കഴിയുമ്പോൾ ഒരു പൂർണ്ണ വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലും. അപ്പോൾ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത ആഴ്ച ഒരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരും ഈ ഫാക്ടേഴ്സ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളായി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ മാറ്റി ഒരു പൂർണ്ണ വിശ്വാസത്തിലേക്ക് കടന്നു എന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.